നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന LBSന്റെ ആപ്ലിക്കേഷൻസ് തുടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയോട് ഉൾപ്പെടുത്തുന്നത്. LBSൽ BSc നഴ്സിംഗ് ഉൾപ്പെടെ ഏകദേശം 19 കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു സമയത്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻസ് ആണ് നൽകുന്നത്. ജൂലൈ മാസം 2-ാം തീയതി വരെയാണ് ഇതിന് ആപ്ലിക്കേഷൻ സമയം നീട്ടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആകുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ ധൃതി പിടിച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്, ആ റിസർവേഷൻ അടിസ്ഥാനത്തിലുള്ള ഡോക്യുമെന്റുകൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല കുട്ടികളും ഓടിച്ചാടി ആദ്യത്തെ 2-ാമത്തെ ദിവസങ്ങളിൽ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുകയും പിന്നീടായിരിക്കാം ഒരു പക്ഷേങ്കിൽ അവര് ഉദ്ദേശിച്ച സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ റിസർവേഷനുകളോ കൊടുത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. വീണ്ടും നമുക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് പലപ്പോഴും കാണാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് എന്തൊക്കെ റിസർവേഷനുകൾ ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ആപ്ലിക്കേഷൻ ഫീസ് 800 രൂപയാണ് ജനറൽ കാറ്റഗറി OBC വിഭാഗത്തിന്. SC ST കാറ്റഗറിക്ക് 400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരിക. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ റിസർവേഷൻ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കമ്മ്യൂണിറ്റി ബേസിസിലായിട്ടുള്ള റിസർവേഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ SC ST കാറ്റഗറി സ്റ്റുഡൻസിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഏകദേശം 10% റിസർവേഷൻസ് ആണ്. SC കാറ്റഗറിക്ക് 8%, ST കാറ്റഗറിക്ക് 2% റിസർവേഷൻസ് ആണ് ഉണ്ടാവുക. OBC വിഭാഗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 30% റിസർവേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. EWS കാറ്റഗറിയിലെ റിസർവേഷൻസ് ഗവൺമെന്റ് കോളേജിൽ മാത്രമായിരിക്കും അവൈലബിൾ ആയിരിക്കുക. അതുകൊണ്ട് തന്നെ ഉയർന്ന മാർക്കിലുള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും EWS നൽകുന്നതുകൊണ്ട് ഉപകാരപ്രദമാവുകയുള്ളൂ. അതുകൊണ്ട് മാർക്ക് കുറവുള്ള അല്ല താരതമ്യേന 95% താഴോട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ EWS സർട്ടിഫിക്കറ്റിന് വേണ്ടി ബുദ്ധിമുട്ടി നടക്കുന്നത് അത് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടാവുകയില്ല എന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. പല കുട്ടികളും പേരൻസും ചോദിച്ച ഒരു കാര്യമാണ്, ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ കോളേജുകൾ ഓപ്ഷൻസ് വെക്കണമോ എന്നുള്ളത്. നമ്മൾ ഈ ഒരു സമയത്ത് LBSന് ആപ്ലിക്കേഷൻസ് നൽകുന്ന ഘട്ടം മാത്രമായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻസ് ഒക്കെ വീണ്ടും അടുത്ത ഘട്ടത്തിലേക്കാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ LBSന് ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ ജൂലൈ മാസം 2-ാം തീയതിയോടുകൂടി തന്നെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. വീണ്ടും അത് കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും കോളേജ് ഓപ്ഷൻസ് നൽകേണ്ടതായിട്ട് വരിക. പക്ഷേ ഇതിനോടകം കോളേജുകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് LBSന്റെ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് നൽകുക. നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻസ് ആണോ, നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള ബേസിസ് ആയിട്ടുള്ള റിസർവേഷനുകളുണ്ടോ, NCC സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, വീണ്ടും എക്സ് സർവീസ്മെൻ കോട്ട, നഴ്സസ് കോട്ട, അങ്ങനെ നിരവധിയായിട്ടുള്ള ഓപ്ഷൻസും റിസർവേഷൻസും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ ഏതൊക്കെ റിസർവേഷൻസ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും, ആ റിസർവേഷനുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കുവാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ LBSന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എല്ലാം പ്രോപ്പർ ആണെന്ന് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ കൺഫർമേഷൻസ് നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും എഡിറ്റിംഗ് ഓപ്ഷൻസ് ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് ഉണ്ടാവുകയില്ല. നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും തെറ്റായ സർട്ടിഫിക്കറ്റുകളോ തെറ്റായിട്ടുള്ള രേഖകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്ഷൻ ടൈമിൽ വീണ്ടും നമുക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നതുമാണെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങൾക്ക് മുന്നോട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.